ഈ മന്ത്രപ്പടി അവിടെ മുൻപിൽ കൊണ്ടുപോയിക്കണം. അല്ലെങ്കിൽ അപ്പൊ പള്ളിയിൽ ഇങ്ങനെ നടക്കും, ഇതിങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ഒക്കെ കാത്തിരുന്ന ദിവസം ഒരു വർഷമായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾ ഗോസയബിന്ന് വിളിക്കുക. ഡാവിനെ അങ്ങനെ വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാവ് സി ഇത്രയും ഡെഡിക്കേഷൻ, അതെന്തൊരു കാര്യം അവനെ ഏൽപ്പിച്ചോ അത് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ അഭി തന്നെയായിരിക്കും. അത് അവൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ്. അവൻ ഏതൊരു ജോലിക്ക് പോയാലും അവൻ്റെ വിജയം അത് തന്നെയായിരിക്കും. ഏവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫണ്ടാസ്റ്റിക് പേഴ്സൺ ആണ്. ശരിക്കും ഞാൻ അവനെ ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്ക്, ശരിക്കും അവനെ ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരിക്കലും എനിക്ക് തോന്നിയില്ല അവനോട് ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബ്രദർ ഇൻ ലോയെക്കാട്ടിലും എനിക്ക് തോന്നി ഇൻ ലോ മാറ്റി വെച്ചിട്ട് ബ്രദറാണ്. ഏബിളും അമ്മുവും നല്ലൊരു മാച്ചായി. നമ്മൾ വീട്ടുകാരെല്ലാവരും തീരുമാനിച്ചു. അവർ തമ്മിൽ നല്ലൊരു മാച്ചാണ് നമ്മൾ കണ്ടു. എൻ്റെ അനിയത്തിക്ക് കിട്ടാവുന്ന ഏറ്റവും ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഏബിളിനെ കാണുന്നത്. അടിപൊളിയായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. ഈ കല്യാണ വേഷത്തിൽ ഇങ്ങനെ എനിക്കൊരുങ്ങാനും കാണാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അടിച്ചു പൊളിച്ചു. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ, എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും അപ്പുറത്തേക്ക്, അതായത് കുറെ ഇമോഷൻസ് ഒക്കെ നിറഞ്ഞൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ചേട്ടൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല, ഇത് ചെയ്തു തരുമോ അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് വേണം എന്ന് പറയേണ്ടി വന്നിട്ടില്ല. അതിന് മുൻപ് തന്നെ ആളത് കണ്ടറിഞ്ഞ് നമുക്ക് ഒക്കെ, അതായത് അപ്പം പോയ ആ ഒരു ഗ്യാപ്പ് നമുക്കതങ്ങനെ ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരുപാട് മിസ് ചെയ്തു എൻ്റെ പപ്പ മമ്മി. എന്നെ വിളിച്ച് എൻ്റെ അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് മിസ് ചെയ്തു അവരെയൊക്കെ. അതാണ് കുറച്ച് ഇമോഷണലായി പോയത്. Oh, I hope you know I will carry you home, whether it's tonight or 55 years down the road. Oh, I know there's so many ways this could go. Don't want you to wonder, darling, I need you to know. അപ്പം ഒരമ്മ എന്ന് വിളിക്കാനായിട്ട് ഒരമ്മയോട് കിട്ടി എനിക്ക്. അമ്മയെ പറ്റി പറയുമ്പോൾ ആ അമ്മ ഉപദേശിക്കും, വഴക്ക് പറയും, എല്ലാം വളരെ കാര്യമായിട്ടാണ് ഞങ്ങളോട് പെരുമാറുന്നത്, ഇതുവരെ പെരുമാറിയിട്ടുള്ളത്. Oh, I would risk it all. These days, these nights, I'm changing. My mind is set on you. I'm not afraid to say it's true. പിന്നെ സുന്ദരിയും ആച്ചുവും, ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് ഒരു സിബ്ലിങ്സ് കിട്ടി. Choose us every time. അമ്മു, ഏബിൾ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക, പരസ്പരം സ്നേഹിക്കുക, സമാധാനമായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. മെമ്പേഴ്സ് കൂടിയിട്ട് നമ്മുടെ ഫാമിലി വലുതാണ്. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തായിട്ട് കാണാൻ പറ്റി. അത് തന്നെ വലിയ സന്തോഷം. അത് തന്നെ അത്ര തന്നെ. ശരിക്കും പറഞ്ഞാൽ വളരെ മെമ്മറബിൾ ആയിപ്പോയി ഇന്നത്തെ ദിവസം. ഭയങ്കര ഹാപ്പിയാണ്.